മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. ഇത് നമ്മൾ പഠിപ്പിക്കണം, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി ഇതേപോലെ ഒരു സ്ത്രീലംബടനായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. കുറെ കാലം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. അപ്പൊ അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം, കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. കൂടിയ ഒരു വൈറസാണ്. അതിന് ഞാൻ വിളിക്കാറുള്ളത് നമ്മളുടെ വിഷബാധ, അതായത് റാബിസ് ഞാൻ വിളിക്കാറുള്ളത്. ഭായിക്ക് വിഷമമായെന്ന് എനിക്കറിയാം, നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. 2 മിനിറ്റ് വേണ്ട. ഒന്ന്, ഇദ്ദേഹം ആദ്യം തന്നെ വെച്ച ഒരു വലിയ വിഷമത്തിൽ പറഞ്ഞത് ഏത് ചർച്ച വന്നാലും അവിടെ ഇസ്ലാമിന്റെ പള്ളയ്ക്ക് ഞാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവിടെ സംസാരിച്ചപ്പോൾ ഞാനല്ല ഈ പറഞ്ഞ ഇസ്ലാം എന്നോ ഇസ്ലാമിക ശരിയ നിയമം എന്നൊന്നും ഇവിടെ കൊണ്ടുവച്ചത്. ശരിയ നിയമം എന്നുള്ള വാക്കും അതേപോലെ തന്നെ ഈ നമ്മളുടെ ദാറുൽ ഖള എന്നുള്ള സംഗതി എന്താണെന്നൊക്കെ വിശദീകരിച്ച് താങ്കൾ തന്നെയാവുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നും ഈ ശരിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാമിലേക്ക് എത്തുന്നതും അതിന് മറ്റു ഉദാഹരണവും പറയേണ്ടത് ഒരു ബാധ്യതയായിട്ട് വരികയാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതൊന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശരിയ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ശരിയ നിയമം എന്നും ഏത് രീതിയിലാണ് അത് ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നും എനിക്ക് പറയേണ്ടതായിട്ട് വരും. അവിടെ പിന്നെ പള്ള നിങ്ങൾ കാണിച്ചു തന്നിട്ട് അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു അവസാന കാര്യം, ഇദ്ദേഹം ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഇവിടെ പറഞ്ഞു ഒരു മനുഷ്യനെ താങ്കളുടെ പ്രായം മാനിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മളാരും വേണ്ടിയിട്ടില്ല. അപ്പോ താങ്കളുടെ പ്രായത്തെ കുറിച്ച് താങ്കൾക്ക് ഒരു മാന്യത ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴും ഇടപെടാതിരിക്കുക, എന്നാൽ താങ്കൾക്കും കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത്, താങ്കൾ ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഒന്ന് വളരെ സമാധാനപൂർവ്വം നടന്നിട്ടുള്ള മക്ക ജീവിത കാലഘട്ടത്തിൽ കുറെ കാലം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. അപ്പൊ അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നാമത്തെ അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പറഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഒരു ഉളുപ്പും ഇല്ലാതെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഇതേപോലെ നമ്മൾ ഏതു നേരവും പറയുന്ന ആളുകൾ നിങ്ങൾ തന്നെ ഇതേപോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ചെറിയൊരു നാണമൊക്കെ വേണ്ടേ? എന്ത് ഉദ്ദേശത്തിലാണ് ആ ആയത്തൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ രണ്ടാമതൊന്ന് പോയി പഠിക്കൂ. പഴയ തോറയിലുള്ള സാധനം എടുത്ത് ഉദ്ധരിക്കുന്നതിനെ നിങ്ങൾ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് ആരെ കണ്ണിൽ പൊടിയിടാനാ? അതൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു മദ്രസ കാലം എനിക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള കാര്യമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ വേറെ വല്ല മദ്രസയിൽ പോയി പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആയത്ത് ഉദ്ധരിക്കുമ്പോൾ സൂക്ഷിക്കുക, മറുപടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിം പ്രീണനവും നടക്കുന്നില്ല. സ്വാഭാവികമായി മുഹമ്മദ് നബിയെ പഠിപ്പിക്കാൻ മാത്രമാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് ഇവിടെ പങ്കെടുത്ത ശ്രീ ഒ അബ്ദുള്ളയായാലും ഇടത് പ്രതിനിധിയായാലും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു അക്ഷരം പോലെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ എക്സ് മുസ്ലിം എന്നുള്ളൊരു വാക്കും നമ്മുടെ ഒരു പേരൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ജിഹാദിയായ എന്ന് തന്നെ പറയാം, അതായത് പച്ചയായിട്ട് ജിഹാദിസം കൊണ്ട് നടക്കുന്ന SDPI പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികളെയും സംഘടനകളെയൊക്കെ വെളുപ്പിക്കുന്ന ഒ അബ്ദുള്ളയ്ക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കടം വീട്ടാണ്. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ഡെങ്കു പോലെ അല്ലെങ്കിൽ മലേറിയ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടിയ ഒരു വൈറസാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്താണ് അനറബി അറബി ഇവർ തമ്മിലുള്ള വ്യത്യാസം പോലും ഇല്ലാണ്ട് പഠിപ്പിച്ച മതം, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ ഞാനിവിടെ സത്യം പറഞ്ഞ ഇത് മതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന കളികളാണ് ഇവിടുത്തെ വിഷയം. അത് വെച്ചുകൊണ്ട് വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ നാടകങ്ങളാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അതിനകത്തേക്ക് പോലും ഇദ്ദേഹം വന്ന് നിന്നിട്ട് മുഹമ്മദ് നബി പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ച് 4 ആൾ എന്തെങ്കിലും പഠിക്കുന്നതിന് എന്താ കുഴപ്പം? ആ പ്രബോധനം ചെയ്യുന്നതിന് എന്താ പ്രശ്നം ചോദിക്കണം. അങ്ങനെയാണല്ലേ? നോട്ട് ദ വേർഡ്, ആ വാക്ക് തന്നെ പ്രശ്നമാണ്. പ്രബോധനം എന്തിനാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് പാഠപുസ്തകങ്ങളിലൂടെ പ്രബോധനം നടത്തുന്നത്? എന്തിനാണ് അതിന്റെ ആവശ്യം എന്താ ഉള്ളത്?
അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ നമ്മള് ടെക്സ്റ്റ് ബുക്കുകളിൽ രാമനെ കുറിച്ച് ഗാന്ധിജിനെ പറ്റി എന്തിനാ പഠിപ്പിക്കുന്നത്? പല ബുദ്ധനെ പറ്റി എന്തിനാ പഠിപ്പിക്കുന്നത്? നിശബ്ദരായിട്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചപ്പോ നമ്മൾ ബുദ്ധനെ പറ്റി എന്തിനാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. ശ്രീരാമനെ പറ്റി എന്തിനാ പഠിപ്പിക്കുന്നത്? ക്ഷമ കൈക്കൊള്ളുക. വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. അങ്ങയിലേക്ക് തന്നെ വരാം. അങ്ങയിലേക്ക് തന്നെ വരാം. താങ്കൾ പൊട്ടത്തര പറയുന്നത്. നിക്കട്ടെ, ഇവൻ മറുപടി പറയണം. യേശു ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുന്നത് എനിക്ക് ഒത്തുണ്ടാക്കാൻ വയ്യ. വിവരക്കേട് തന്നെ പറയാനായിട്ടുള്ളതാ. നിങ്ങൾ ഇസ്ലാമിനെ ചാടി കയറി വന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തന്നെക്കാൾ ഒരു ഇരട്ടി വയസ്സ് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. കെട്ടിയതിനെ കുറിച്ചും 10 കെട്ടിക്കൊണ്ട് നടന്നതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മൾ പഠിപ്പിക്കണം, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം. അതല്ലാതെ നമ്മൾ ബാഹുബലി 1 മാത്രം പഠിപ്പിക്കാൻ കഴിയണം. ആ പറഞ്ഞ പോയിന്റ് ആണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, ജാതി വ്യവസ്ഥയിൽ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കും, ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ രാമനെ കുറിച്ച് പഠിപ്പിക്കുന്നു, രാമൻ ചെയ്ത പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതേപോലെ ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് പഠിപ്പിക്കണം. മോമിനിറ്റി ലോകത്തെ അഴിച്ചു വിട്ടിട്ടോ ആ ഒരു ഭൂതത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യായത്. ഇത് നിങ്ങളുടെ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തു വന്നിട്ട് ആ പ്രബോധനം എന്തുകൊണ്ട് നടത്താൻ കഴിയില്ല എന്നൊക്കെ ഈ നിഷ്കളങ്ക ചോദ്യം ചോദിക്കും. അതും വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് കിട്ടില്ല. അത്രയ്ക്ക് മണ്ടന്മാരാണ് ഇവിടെ ഉള്ള ആളുകൾ എന്നൊക്കെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആളുകൾ എല്ലാവരും ഇസ്ലാമിക രാഷ്ട്രീയ കഴിഞ്ഞ 75 കൊല്ലത്തിനിടയ്ക്ക്. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണല്ലേ? ഇതൊരു വെറും കഥയല്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോ.